എടാ, നമ്മളിവിടെ പറയുന്നത് പ്രൈസ് ഡിറ്റർമിനേഷൻ ഇൻ എ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ എങ്ങനെയാണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് പ്രൈസിനെ ഡിറ്റർമിൻ ചെയ്യുന്നതിലുള്ള കാര്യങ്ങളിൽ ബാധിക്കുന്നത്. സോ ഒരു മാർക്കറ്റിലാണ് ഇവിടെ ശ്രദ്ധിക്കണം, പ്രൈസ് ഡിറ്റർമിനേഷൻ ഇൻ എ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലാണ്. സോ മാർക്കറ്റ് വ്യൂ പോയിന്റിൽ വേണം ചിന്തിക്കാൻ. Market price is determined in a perfectly competitive market. കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ് ഓൾവേസ് എന്ന് വിചാരിക്കുന്നു. ബട്ട് സംടൈംസ്, മോസ്റ്റ് ഓഫ് ദ ടൈംസ്, കാരണം ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെ പെർഫെക്റ്റ് കാരണം കോമ്പറ്റീഷൻ ഒരുപാട് നടക്കുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലാണ്. ബാക്കിയുള്ള മോണോപോളിയിലും കാര്യങ്ങളിലും കോമ്പറ്റീഷൻ ഇല്ല. സോ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് അഥവാ എക്സാമിന് കണ്ടു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ആയിരിക്കും. ഇനിയിപ്പോ പി ജിക്കൊക്കെ പഠിക്കുമ്പോൾ അത് കൂടും. മാർക്കറ്റ് ബേസ്ഡ് ഓൺ the interactions of the forces of demand and സപ്ലൈ. അന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ക്ലാസ്സിൽ ഡിമാൻഡ് ഫാക്ടേഴ്സും സപ്ലൈ ഫാക്ടേഴ്സും തമ്മിലുള്ള ഇന്ററാക്ഷൻ മൂലമാണ് എങ്ങനെ അതിനെ ഒരു ഇക്വിലിബ്രിയം പ്രൈസിലേക്കും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയിലേക്കും നമ്മൾ എങ്ങനെ എത്തിപ്പെടാം. സോ ഡിമാൻഡ് കർവ് slopes downwards to the right, indicating the inverse relationship between price and quantity ഡിമാൻഡ്. നമ്മൾ ഒന്ന് പറഞ്ഞ മാർക്കറ്റ് ഫോഴ്സുമായിട്ടുള്ള ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള ഇന്ററാക്ഷനിലാണ്. സോ അതിൽ ഡിമാൻഡ് ഫോഴ്സസ് എന്ന് പറയുമ്പോൾ അതിൽ കാര്യമായിട്ട് നമ്മൾ ഡിമാൻഡ് ഫോഴ്സസിനെ നമ്മളിങ്ങനെ ഡിമാൻഡ് ഫംഗ്ഷനിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ അതിനൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിമാൻഡ് കർവ് കിട്ടില്ലേ, അതിന്റെ സ്ലോപ്പ് ഡൗൺവേർഡ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഫോളോവിങ് റീസൺസ്. സോ അത് കാരണം അതെങ്ങനെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ പ്രൈസ് കൂടുമ്പോൾ അത് നമ്മൾ കുറച്ച് വാങ്ങിക്കാനുള്ള ടെൻഡൻസിയും പ്രൈസ് കുറയുമ്പോൾ കൂടുതൽ വാങ്ങിക്കുന്ന ടെൻഡൻസി, അബിലിറ്റി ടു പേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഇതിനെല്ലാം കണക്കിലെടുത്ത് അതിന്റെ റിലേഷൻഷിപ്പ് ഓൾവേസ് ഇങ്ങനെ നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവും, ആ ബഡ്ജറ്റിനുള്ളതാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. സോ ഡിമാൻഡ് കർവ് ഓൾവേസ് എങ്ങനെ ആരുടെ സൈഡിൽ നിന്നാണ്, അത് കൺസ്യൂമർ സൈഡിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബഡ്ജറ്റ് നമ്മുടെ 10 രൂപ എന്നുള്ളത് നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പം ഒരു സാധനത്തിന് വില കൂടിയാൽ നമുക്കെങ്ങനെ
ആ 10 രൂപയെ നമ്മുടെ ബഡ്ജറ്റ് ഉള്ളൂ. നമുക്ക് എങ്ങനെ അത് കുറഞ്ഞ് മേടിക്കാനേ പറ്റത്തുള്ളൂ. നമ്മുടെ ബഡ്ജറ്റ്, നമ്മൾ ഒരു പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കർവ് വരയ്ക്കുമ്പോൾ ഓക്കെ നമുക്ക് മനസ്സിലാക്കാം നമ്മളൊരു പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കർവ് വരയ്ക്കുന്നു, ഡിമാൻഡ് ഫാക്ടേഴ്സ് കാര്യങ്ങളൊക്കെ. പക്ഷെ ഡിമാൻഡ് കർവ് എന്തുകൊണ്ട് ഡൗൺവേർഡ് സ്ലോപ്പ് ആവുന്നു എന്നുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒരുപാട് കുട്ടികൾക്ക് എക്കണോമിക്സ് മൊത്തം പഠിച്ച് പാസ്സായിട്ട് എഴുതാൻ പറ്റാത്തത്. നമ്മൾ ഒരു സാധനം ഡിമാൻഡ് ചെയ്യുമ്പോൾ അതെങ്ങനെ കൺസ്യൂമേഴ്സ് ആണ് ഡിമാൻഡ് ചെയ്യുന്നത്. അത് സപ്ലൈ സപ്ലൈ ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചു. നമ്മുടെ ഇപ്പൊ പുതിയ തിയറി പ്രകാരം ഡിമാൻഡ് ക്രിയേറ്റ് ഇറ്റ്സ് ഡിമാൻഡ് എന്നാണ്. ഡിമാൻഡ് ക്രിയേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ സപ്ലൈ ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്നുള്ളത് നമ്മുടെ ക്ലാസിക്കൽ തിയറിയാണ്. അത് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നില്ല. നമ്മൾ തിയറീസും കാര്യങ്ങളൊക്കെ നമ്മൾ ആടുക എന്നുള്ളത് നമ്മൾ പിന്നീട് ക്ലാസിക്കൽസും കെയ്നീഷ്യൻസും ഒക്കെ നമ്മൾ പഠിപ്പിക്കും. സോ ഇവിടെ ഇപ്പൊ നമുക്ക് ഇത് എന്ന് പറയുന്നത് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾ ഓൾവേസ് ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ ഡിമാൻഡ് ഫംഗ്ഷൻ വെച്ച് നമ്മൾ പഠിക്കുന്ന ഡിമാൻഡ് കർവ് എന്ന് ആലോചിക്കുന്നതിന് കൂടെ തന്നെ നിങ്ങൾ എന്ത് ആലോചിക്കണം? ഒരു ഡിമാൻഡ് കർവ് എങ്ങനെ ഒരു കൺസ്യൂമറിന്റെ പെർസ്പെക്റ്റീവിലാണ്. അയാൾക്ക് ഒരു നിശ്ചിത ബഡ്ജറ്റ് ഉണ്ടാവും. സോ നിങ്ങൾ ബഡ്ജറ്റ് കർവ് ഇങ്ങനെ ആലോചിക്കാം. ബഡ്ജറ്റ് കർവ് എങ്ങനെയാണ്? നമ്മളൊരു കമ്മോഡിറ്റിയുടെ ബഡ്ജറ്റ് കർവ് എങ്ങനെയാ ചെയ്യുക? അതിന് ടോട്ടൽ ബഡ്ജറ്റ് ഉണ്ടാവും, ആ ബഡ്ജറ്റിനുള്ളിൽ മേടിക്കണം. സോ പ്രൈസ് എന്തെങ്കിലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ക്വാണ്ടിറ്റി കുറവായിരിക്കും മേടിക്കുക. സോ ലൈക്ക് ദാറ്റ് ഡിമാൻഡും അങ്ങനെ തന്നെ. നമുക്ക് ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങനെ ടോട്ടൽ ഇൻകം നമ്മുടെ കയ്യിലുണ്ടാവും. സോ പ്രൈസ് കൂടി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചേ ഡിമാൻഡ് ചെയ്യത്തുള്ളൂ. സപ്ലൈ കർവ് slopes upward to the right, indicating the inverse relationship. അടാ ഇൻവേഴ്സ് അത് ഡിമാൻഡിലാണ്. ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. എടാ എന്താണ് സപ്ലൈ കർവ് ഓൾവേസ് അപ്വേർഡ് ആവുന്നത്? സപ്ലൈ എന്ന് പറയുമ്പോൾ നമ്മളാണോ സപ്ലൈ എന്നല്ല, പ്രൊഡ്യൂസേഴ്സ് ആണ് സപ്ലൈ ചെയ്യുന്നത്. സോ പ്രൊഡ്യൂസേഴ്സ് എങ്ങനെയാണ് ഏതെങ്കിലും ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെങ്ങനെ അതിന്റെ സപ്ലൈയും ഓട്ടോമാറ്റിക്കലി കൂടും. അതുകൊണ്ടാണ് അതിലിങ്ങനെ പോസിറ്റീവ് സ്ലോപ്പ് വരുന്നത്. There is a വേണ്ട there is only one price at which the quantity demanded equals the quantity supplied so when quantity demanded equal to quantity supplied, we will get
equilibrium price and equilibrium quantity. മാക്സിമം സ്പീഡിൽ വീഡിയോസ് കാണാം, കാരണം ഇത് ബേസിക് വീഡിയോസ് ആണ്. ബേസിക് വീഡിയോസ് എല്ലാം കാണാം, കാരണം ചിലവർ ലൈവ് ക്ലാസ് അത് മുതൽ അറ്റൻഡ് ചെയ്താൽ പോരെ, ബേസിക് വീഡിയോസ് നമ്മൾ പഠിച്ചതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ പഠിച്ചു തന്നെയാണ്, അതിലൊന്നും ഡൗട്ടും ഇല്ല. ബട്ട് നിങ്ങൾ എത്രത്തോളം ഞാൻ ഉദ്ദേശിച്ച പോലെ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ലല്ലോ. ഡി ഡി എസ് 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 ഈ ഇക്വിലിബ്രിയം പ്രൈസ്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. എടാ ഇവിടെ നോക്കൂ, ഈ പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? എന്താണ് ഈ പോയിന്റിന്റെ പ്രത്യേകത? ഇക്വിലിബ്രിയം ഈ പോയിന്റിൽ നമുക്ക് എസ് ഇട്ട് കൊടുക്കാം. Equilibrium at S എന്താണ്? ക്വാണ്ടിറ്റി. എടാ ഇതാണ് സപ്ലൈ കർവ്. ഇവിടുന്ന് ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നതും ഇത് ഡിമാൻഡ് കർവ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നതുമാണ്. ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡ് അത് ഈക്വൽ ആണ്. സോ അറ്റ് എനി പോയിന്റ് we call this equilibrium. എടാ ഈ പോയിന്റ് എന്താ? എടേ ഇത് ഡിമാൻഡിലും ഇല്ല സപ്ലൈയിലും ഇല്ല. ഈ പോയിന്റ് എന്താ? ഡിമാൻഡിലും ഇല്ല സപ്ലൈയിലും ഇല്ല. ഈ പോയിന്റ് നോക്കൂ, ഇവിടെ എങ്ങനെ ഈ പ്രൈസ് ആകുമ്പോ എങ്ങനെ? ഇവിടെ ഡിമാൻഡ് സപ്പോസ് ഇവിടെ ഈ പോയിന്റ് ആണെങ്കിൽ ഇവിടെ ഡിമാൻഡ് എങ്ങനെ ഇത്രയുണ്ട്, പക്ഷെ സപ്ലൈ ഇവിടെ ഇല്ല. സോ ഇങ്ങനെ ഒരു പോയിന്റിലേക്ക് എത്തോ? ഇങ്ങനെ ഒരു പോയിന്റിലേക്ക് എത്തോ? എടാ ഡിമാൻഡും സപ്ലൈയും എങ്ങനെ അറ്റ് പോയിന്റ്, ഇവിടെ നമുക്ക് അറ്റ് പോയിന്റ് ഡിമാൻഡും സപ്ലൈയും എങ്ങനെ കോൺട്രഡിക്ഷൻ വന്നു. ഇവിടെ സപ്ലൈ കോൺട്രഡിക്ഷൻ വരുന്നുണ്ടോ? ഇല്ല. സോ അപ്പോൾ നമുക്ക് ഈ പോയിന്റ് എങ്ങനെയാണെന്ന് അറിയാം, എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ വരെ പോകാം. എടാ ഇങ്ങനെ ഒരു പോയിന്റ് ആണെങ്കിൽ എങ്ങനെ? ദാറ്റ് ഈസ് പോസിബിൾ. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു പോയിന്റ് ആണെങ്കിൽ അത് പോസിബിൾ ആവും. ആണോ? സോ അപ്പൊ ഇവിടെ എങ്ങനെ നമ്മൾ ഒരു പോയിന്റ് വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇവിടെ വരെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റത്തില്ല. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇങ്ങനെ ഇനിയിപ്പോ ഇവിടെ വരെ വരയ്ക്കാൻ പറ്റുമോ? ഈ പോയിന്റോ? ഇല്ല, ഇവിടെ സപ്ലൈ മാത്രമേ ഉള്ളൂ. ഈ പ്രൈസിൽ എങ്ങനെ സപ്ലൈ
കർവ് ഓക്കെ, ഡിമാൻഡ് കർവിന് ഒന്നെങ്കിൽ പ്രൈസ് കൂടി കൂടി ഇവിടെ വരണം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രൈസ് ഇങ്ങനെ നോക്കണം. സോ ഇവിടെയുള്ള പോയിന്റോ ഇവിടെയുള്ള പോയിന്റോ നമുക്ക് എങ്ങനെ കാണിക്കാൻ പറ്റത്തുള്ളൂ? സോ എന്താണ് ഇവിടുത്തെ പോയിന്റ് കാണിക്കാത്ത പറ്റാത്തത്? ഇവിടുത്തെ പോയിന്റ്, സോ ഇവിടെയുള്ള പോയിന്റിൽ വരുമ്പോൾ ഇവിടെ ആണെങ്കിൽ ഒന്നെങ്കിൽ സപ്ലൈ മാത്രമേ ഇൻട്രാക്ഷൻ ഉണ്ടാവുള്ളൂ. സോ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഹൗ മച്ച്, ബട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് എങ്ങനെ? ഈ പോയിന്റിൽ ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്തത് ഇത്ര പ്രൈസ്, സപ്ലൈ മാത്രമേ കാണിക്കുന്നുള്ളൂ, ഡിമാൻഡ് കാണിക്കുന്നില്ല. സപ്പോസ് നമ്മളിങ്ങനെ ഈ ഒരു പ്രൈസിൽ ഇവിടെ എത്തുമ്പോൾ എങ്ങനെ, അവിടെ എത്തുമ്പോൾ എങ്ങനെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ എക്സാമിന് ക്വസ്റ്റ്യൻസ് ഓൾവേസ് എങ്ങനെയാണ് ഉണ്ടാവുക, ഒരു പ്രെജുഡൈസ് ആയി പോകരുത്. ചിലവര് പ്രെജുഡൈസ് ആവാറുണ്ട്. എങ്ങനെ എക്സാമിന് ഓൾവേസ് ഒന്നെങ്കിൽ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ എങ്ങനെ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇല്ലേ? എന്ന് പറയാ, വൺ വേർഡ് ആയിട്ടുള്ള ഉം, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളൊരു ധാരണ ഉണ്ട്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഗ്രാഫ് വന്നിട്ട് അങ്ങനെയും ചോദിക്കും. അതുകൊണ്ടാണ് അപ്പൊ ഗ്രാഫിൽ ഇങ്ങനെ ഈ ഒരു എ എന്നുള്ള പോയിന്റ് ഉണ്ട്. എ എന്നുള്ള പോയിന്റിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്നുള്ള പോയിന്റിൽ ഒന്നുമില്ല. സപ്പോസ് ഇതിങ്ങനെ നീണ്ടിട്ട് ഇങ്ങനെ ഒരു പോയിന്റ് വന്നു. സോ എടാ ഇതാണ് നമ്മുടെ പോയിന്റ്. ഈ പോയിന്റ് എ, ഈ പോയിന്റ് ബി. പോയിന്റിൽ എ എന്താണ്, പോയിന്റിൽ എയിൽ സപ്ലൈ മാത്രമേ, ബട്ട് പോയിന്റിൽ ബിയിൽ എങ്ങനെയാണ്, പോയിന്റ് ബിയിൽ ഡിമാൻഡ് എത്രയുണ്ട്, ഇത്രയും ഡിമാൻഡ് ഉണ്ട് കണ്ടോ. പക്ഷെ പോയിന്റ് ഈ പ്രൈസ്, ഇവിടെ പ്രൈസ് P1, ഈ പോയിന്റ് കണ്ടോ, ഇവിടെ ഡിമാൻഡ് ഇത്ര, പ്രൈസ് ഇത്രയും ഡിമാൻഡ് ആക്കുന്നുള്ളൂ, ബട്ട് ഇത്രയും സപ്ലൈ ആക്കുന്നുണ്ട്. സോ ഈ പോയിന്റിൽ എങ്ങനെ, ഇവിടെ എന്താണ്, ഇവിടെ എന്താ സംഭവിക്കുന്നത്, എക്സസ് ഡിമാൻഡ് വരുന്നു. ഇവിടെ ഇത് P1 കൊടുക്കാം, P2 കൊടുക്കാം. ഇവിടെ ഈ P2 ഈ പോയിന്റ് ഇല്ലേ, ഇവിടെ സി എന്ന് പറഞ്ഞു, ഇവിടെ പോയിന്റ് ഡി എന്ന് പറഞ്ഞു. സോ പോയിന്റ് സിയിൽ ഡിമാൻഡ് ഇത്രയുണ്ട്, പോയിന്റ് ഡിയിൽ സപ്ലൈ ഇത്രയുണ്ട്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഒരുപാട് സപ്ലൈ കൂടുതൽ, എക്സസ് സപ്ലൈ. എടാ ഈ പോയിന്റ് ഡിയിൽ ഇക്വിലിബ്രിയം ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഡിമാൻഡ് കർവ് എന്ത് വേണം, നമ്മുടെ ഡിമാൻഡ് കർവ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവണം. അപ്പം ഏതാണ്ട് ഉണ്ടോ, ഏതാണ്ട് ഇവിടേക്ക് വരും. നമുക്ക് ഡിമാൻഡ് ഷിഫ്റ്റ് ചെയ്യണം. പോയിന്റ് സിയിലേക്ക് നമുക്ക് ഇങ്ങനെ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തണമെങ്കിൽ എന്താണ്, സപ്ലൈ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം, സപ്ലൈ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യണം. പോയിന്റ് എയിൽ ഇക്വിലിബ്രിയം എത്തണമെങ്കിൽ എന്ത് സംഭവിക്കുന്നത്, പോയിന്റ് എയിൽ എത്തണമെങ്കിൽ
അവിടെ എന്താ സംഭവിക്കേണ്ടത്? ഡിമാൻഡ് കുറയണം. ഡിമാൻഡ് ഇവിടുന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. പോയിന്റ് ബിയിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? സപ്ലൈ കൂടണം. സോ സപ്ലൈയും ഡിമാൻഡും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലാണ് ഉണ്ടാവുക. എടാ, at any of the price there is a discrepancy between quantity demand and quantity supply. At any of the price is not equal to quantity demand and supply, but we will call disequilibrium. എടാ, ഇതില് P1 എങ്ങനെ അറിയോ? P1 എന്താ സംഭവിച്ചതെന്ന് അറിയോ? ക്വാണ്ടിറ്റി സപ്ലൈഡ് എങ്ങനെ എന്താ സംഭവിച്ചത്? ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്തത് എത്ര കുറവും ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്തത് കൂടുതലും. സോ വെൻ ദർ ഇസ് എൻ എക്സസ് ഡിമാൻഡ്, അപ്പൊ എന്താ അറിയോ, ഇവിടെ ഇവിടെ നോക്കൂ, ഡിമാൻഡ് ഇത്രയ്ക്കും ഉണ്ട്. സോ ഇവിടെ ഇങ്ങനെ എക്സസ് ഡിമാൻഡ് ആണ്. എക്സസ് ഡിമാൻഡ് ആകുമ്പോൾ ഇങ്ങനെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്ന എത്ര ഉണ്ട്, സപ്ലൈ എത്ര ഉണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്ന അറിയോ? വെൻ എക്സസ് ഡിമാൻഡ്, ഈ പോയിന്റ്സ് എഴുതി വെക്കണേ. Unable to obtain the product. സോ അപ്പൊ എന്താ സംഭവിക്കുക? അപ്പം ആളുകൾ എങ്ങനെ പ്രൈസ്, നമ്മൾ ഇത്ര പ്രൈസിന് കിട്ടുന്നില്ല, സോ നമ്മൾ ഒബ്വിയസ്ലി ഇത്ര പ്രൈസ് പറയാം. ഈ പോയിന്റിലോ ഇത്രയും ഡിമാൻഡ് ഉണ്ട്, അറ്റ് ദ സെയിം ടൈം സപ്ലൈ കുറഞ്ഞു, കാരണം കൂടിയല്ലോ. പിന്നീട് ഇപ്പൊ പ്രൈസ് ഒരു വീണ്ടും കൂട്ടി. ഈ പ്രൈസിൽ എങ്ങനെ ഡിമാൻഡ് ആളുകൾ വീണ്ടും കൂട്ടി, ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, ഈ പ്രൈസിൽ ഇത്രയും ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും പ്രൈസിൽ സപ്ലൈസ് എങ്ങനെ വില്ലിങ്ങല്ല, അത്ര അങ്ങോട്ട് സപ്ലൈ ആണ്. സോ സപ്ലൈ എങ്ങനെ കുറഞ്ഞു. പിന്നെ ഈ പ്രൈസിലേക്ക് വരുമ്പോൾ സപ്ലൈസും ഡിമാൻഡേഴ്സും വില്ലിങ് ആവുന്ന ഒരു പ്രൈസിലേക്ക് വരും. സോ അപ്പം ആളുകൾക്ക് പ്രോഡക്റ്റ് കിട്ടാൻ വഴിയില്ലാതെ വരുമ്പോൾ എന്താ ചെയ്യുക? ഹാവ് an incentive to offer higher price to buy that product. As the price increases, quantity demanded decreases. So quantity supplied എന്ത് ചെയ്യും? എടാ, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും, ക്വാണ്ടിറ്റി സപ്ലൈ എന്താണ് ഡിക്രീസ് ചെയ്യും. സോ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നത് എങ്ങനെ, അത് കുറയുമ്പം ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് കൂടുമ്പം എക്സസ് സപ്ലൈ വാനിഷ് ആയി പോകും. പിന്നീട് അതുപോലെ തന്നെയാണ് ഇക്വിലിബ്രിയം പ്രൈസ് P2ലേക്ക് എത്തുന്നത്. സോ ഇവിടെ ഇത്രയും ഡിമാൻഡ് ചെയ്യുന്നെങ്കിലും സപ്ലൈ ഇത്രയേ ഉള്ളൂ. അല്ല, ഇത്രയും സപ്ലൈ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, ബട്ട് സപ്ലൈ ഇത്രയും ഉണ്ട്. സോ ആളുകൾ എങ്ങനെ, ഇവിടെ എക്സസ് സപ്ലൈ ആണ്, സപ്ലൈ എക്സസ് സപ്ലൈ ആണ്. സോ പീപ്പിൾ ആർ നോട്ട് വില്ലിംഗ് ടു ബൈ.
സോ വെൻ എക്സസ് സപ്ലൈ ആവുമ്പോൾ എന്താ സംഭവിക്കുക? ഒരൊറ്റ പോയിന്റ് ഉള്ളൂ. അൺസോൾഡ് ഗുഡ്സ് ഉണ്ടാവും. സ്റ്റോക്ക് കൂടും. പിന്നെന്താ? കേൾക്കുന്നില്ല. സോ ഇത്രയും സ്റ്റോക്ക് ഇങ്ങനെ ഇത്രയും സപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ആളുകൾ ഇത്രയും ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, അവർ സ്റ്റോക്ക് ആക്കി വെക്കുന്നു. സോ സപ്ലൈസ് ചോദിക്കും എങ്ങനെയെങ്കിലും ഇതൊന്ന് വിറ്റ് കഴിഞ്ഞാൽ മതി. അപ്പൊ അവരെന്താക്കും? ആ, നമ്മള് എങ്ങനെ പ്രൈസ് കുറച്ചോളാം. അപ്പം സപ്ലൈ സൈഡിൽ ഇവർക്കൊരു വില്ലിങ്നെസ് ഉണ്ടാവും. എന്തിനാന്ന് അറിയാം, പ്രൈസ് കുറയ്ക്കാണ്. അപ്പൊ അവരങ്ങ് പ്രൈസ് കുറയ്ക്കും. അവരിങ്ങനെ പ്രൈസ് കുറച്ച് ഈ പോയിന്റിൽ എത്തുമ്പോ ഇങ്ങനെ ആളുകൾ വില്ലിങ് ആവും. സോ അപ്പം ഇക്വിലിബ്രിയത്തിലെത്തും. സോ ഇതാണ് എന്ത് ഇതാണ് പ്രൈസ് ഡിറ്റർമിനേഷൻ ഇൻ എ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. ഇനി നമ്മൾ കുറച്ചും കൂടി സീരിയസ് ആയുള്ള പോർഷൻസിലേക്കാണ് പോകുന്നത്. സോ ബൈ.